ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചീസി പപ്സാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചീസി പപ്സ്. എയർ ഫ്രയർ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണേ എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല രുചിയാണ്, വെജിറ്റബിളാണ്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ, ക്യാബേജ്, ക്യാരറ്റ്, തക്കാളി, സവാള, സ്പ്രൗട്ട്, പിന്നെ മല്ലിയില കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ കുക്കിംഗ് ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ് കുറച്ച്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇത് അധികം വേവിക്കേണ്ട, നമ്മൾ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇത് ഡീപ്പായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അധികം വേവരുത്, ഇത്ര മാത്രം. ഇതിനെ ഒന്ന് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സ്പ്രിംഗ് റോൾ ഷീറ്റാണ് യൂസ് ചെയ്യണത്. ഇത് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചതാണ്. ഇതിനെ മുകളിൽ നമ്മൾ ഇതുപോലെ വെജിറ്റബിൾ വെച്ചിട്ട് കുറച്ച് ചീസും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 4 മൂലയും കൂടെ ചേർത്തൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ റെഡിയാക്കിയാൽ മതി. അതുപോലെ തന്നെ ഒരു 4 പീസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എയർ ഫ്രയർ യൂസ് ചെയ്യാൻ പോവാണ്. നമുക്ക് എയർ ഫ്രയറിൻ്റെ ട്രേക്കകത്ത് ഇത് വെച്ച് കൊടുക്കാം. കുറച്ച് ഗീ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ. ഇനി നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്തിട്ട് ഇനി നമുക്ക് 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ടൈമിംഗ് സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ ചീസി പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് തട്ടത്തിൽ സർവ് ചെയ്യാം. ഇതിനോടൊപ്പം വേണമെങ്കിൽ മയോനീസോ സോസോ എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.